സാംസങ്ങിന്റെ ആവനാഴിയിലെ ബ്രഹ്മാസ്ത്രമായിട്ടുള്ള സാംസങ് ഗാലക്സി S26 അൾട്ര ഇത് നമ്മുടെ കയ്യിലേക്ക് വന്നു. കഴിഞ്ഞ ദിവസം ഈ ഒരു ഫോണിന്റെ ഫസ്റ്റ് സെയിൽ നടന്നപ്പോൾ തന്നെ കൊല്ലത്തെ മൈജിയുടെ ഷോറൂമിൽ വെച്ചിട്ടാണ് ഈ ഒരു ഫോൺ നമ്മുടെ കയ്യിലേക്ക് വന്നത്. ഞാനും അതുപോലെ സിനിമ ആക്ടറായിട്ടുള്ള അഭിനയത്തിലേനും ചേർന്നുകൊണ്ടായിരുന്നു കൊല്ലത്ത് മൈജിയിൽ ഈ ഒരു ഫോണിന്റെ ഫസ്റ്റ് സെയിൽ നിർവഹിച്ചത്. നല്ലൊരു ഫംഗ്ഷൻ ആയിരുന്നു. കേക്ക് കട്ടിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഒരുപാട് പേർ ഈ ഒരു ഫോൺ ഫസ്റ്റ് സെയിൽ തന്നെ പർച്ചേസ് ചെയ്തു. സാധാരണ നമ്മുടെ ചാനലിൽ നമ്മുടെ ഫോണുകളെല്ലാം അൺബോക്സ് ചെയ്യുന്നത് ഞാനാണ്. എന്നാൽ ഈ ഒരു ഫോൺ സാധാരണയിൽ നിന്ന് വ്യത്യസ്തമായിട്ട് അഭിമന്യു തിലകനാണ് നിങ്ങൾക്ക് വേണ്ടി അൺബോക്സ് ചെയ്യുന്നത്. ഈ ഒരു ഫോൺ എത്രത്തോളം മികച്ചതാണ് എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. S26 അൾട്രയിൽ ഇത്തവണ ഏറ്റവും ഉയർത്തിക്കാട്ടുന്ന ഒന്നെന്ന് പറയുന്നത് ഇതിനകത്തെ പ്രൈവസി ഡിസ്പ്ലേ എന്ന് പറയുന്ന ഒരു ഫീച്ചറാണ്. അതായത് ഈ ഒരു ഫോണിന്റെ ടോഗിൾ ഏരിയയിലേക്ക് വരുമ്പോൾ ഇവിടെ പ്രൈവസി ഡിസ്പ്ലേ എന്ന് നമുക്ക് ഇതുപോലെ കാണാൻ സാധിക്കും. അത് നമുക്ക് ഇതുപോലെ ക്ലിക്ക് ചെയ്തുകൊണ്ട് എനേബിൾ ചെയ്യാം. അപ്പോൾ ടേൺ ഓൺ പ്രൈവസി ഡിസ്പ്ലേ എന്ന് പറയുന്ന ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ തന്നെ ഈ ഒരു പ്രൈവസി ഡിസ്പ്ലേ എനേബിൾ ആവും. കൂടുതൽ പ്രൈവസി ആവശ്യമുണ്ടെങ്കിൽ മാക്സിമം പ്രൈവസി പ്രൊട്ടക്ഷൻ എന്ന് പറയുന്നത് ഇതുപോലെ എനേബിൾ ചെയ്യാം. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ആ ഡിസ്പ്ലേ കണ്ടില്ലേ ഒരു ചെറിയൊരു മങ്ങലിലേക്ക്, ഞാനൊരു ഫുൾ ഡാർക്ക് വാൾപേപ്പറാണ് അതുകൊണ്ട് തന്നെ ഉപയോഗിച്ചത്. അപ്പോൾ സ്ക്രീൻ ഒരു മങ്ങിയ പോലെ പോകും. അതുകൊണ്ടുള്ളൊരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നോക്കി ഈ ഒരു സൈഡിലെ വ്യൂയിങ് ആംഗിൾ കണ്ടില്ലേ കംപ്ലീറ്റ് ആയിട്ട് കട്ടാവുകയാണ്. അതായത് നമ്മൾ ഈ ഒരു ഫോൺ ഉപയോഗിക്കുമ്പോൾ പബ്ലിക് ട്രാൻസ്പോർട്ടിലൊക്കെയാണ് നമ്മൾ ഈ ഒരു ഫോൺ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. തൊട്ടപ്പുറത്തിരിക്കുന്ന ആൾക്ക് നമ്മുടെ ഫോണിന്റെ സ്ക്രീനിൽ എന്താണ് കാണുന്നത് എന്ന് അറിയാൻ സാധിക്കില്ല. അപ്പോൾ ഇത് കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് ഇതുപോലെ പ്രൈവസി ഡിസ്പ്ലേ ഓൺ ആക്കി ഇടാൻ സാധിക്കും. അതല്ലെങ്കിൽ നമുക്ക് ഏതെങ്കിലും പർട്ടിക്കുലർ ആപ്ലിക്കേഷൻസിന് വേണ്ടി മാത്രമായിട്ട് ഈ ഒരു പ്രൈവസി ഡിസ്പ്ലേ സെറ്റ് ചെയ്യാൻ സാധിക്കും. കണ്ടില്ലേ ഈ ഒരു ഫോണിനകത്ത് ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്ന പല ആപ്ലിക്കേഷൻ, ഇപ്പോൾ ബാങ്ക് റിലേറ്റഡ് ആയിട്ടുള്ള ആപ്ലിക്കേഷൻ, അല്ലെങ്കിൽ നമ്മുടെ വാട്സപ്പ് ചാറ്റ് മറ്റാരും കാണാം, അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം നമ്മൾ റീൽ കാണുമ്പോൾ മറ്റാരും കാണാം. അങ്ങനെ സ്പെസിഫിക് ആയിട്ടുള്ള ചില ആപ്ലിക്കേഷൻസ് മാത്രമായിട്ട് നമുക്ക് ഇതുപോലെ ഈ ഒരു പ്രൈവസി ഡിസ്പ്ലേ എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു പർട്ടിക്കുലർ ആപ്ലിക്കേഷൻ ഓപ്പൺ ആക്കുമ്പോൾ പ്രൈവസി ഡിസ്പ്ലേ എനേബിൾ ആവും. ഞാനിപ്പോൾ യൂട്യൂബിന് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ ഇവിടെ യൂട്യൂബ് ഓപ്പൺ ചെയ്യുമ്പോഴേക്കും ആ ഒരു പ്രൈവസി ഡിസ്പ്ലേ ആ ഒരു പർട്ടിക്കുലർ ആപ്ലിക്കേഷന് വേണ്ടിയിട്ട് ഇതുപോലെ വരുന്നതായിട്ട് കാണാം. അപ്പോൾ ഈ ഒരു പ്രൈവസി ഡിസ്പ്ലേ എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഫോണിന്റെ സ്ക്രീൻ ഒരു വില കുറഞ്ഞ ഒരു ബജറ്റ് ഫ്രണ്ട്ലി ഫോണായിട്ടുള്ള ഒരു 5000, 6000, 7000 രൂപയ്ക്കൊക്കെ ലഭിക്കുന്ന TFT ഡിസ്പ്ലേ ഉള്ള പഴയകാല ഫോണുകളുണ്ടല്ലോ, അതിൻ്റെ ഒരു ഡിസ്പ്ലേയെ പോലെ നമുക്ക് തോന്നും. അതിന് ഇതുപോലെ ഭയങ്കര പ്രൈവസി ഡിസ്പ്ലേ ഉണ്ട്. അത്തരം ഫോണുകൾ ഞാൻ കളിയാക്കി പറയുക, അല്ലെങ്കിലും അത്തരം ഫോണുകൾ ഈ പറഞ്ഞ പോലെ സൈഡിലൂടെ നോക്കി കഴിഞ്ഞാൽ വ്യൂയിങ് ആംഗിൾ വളരെ മോശമായതുകൊണ്ട് തന്നെ നമുക്ക് സ്ക്രീൻ പൂർണ്ണമായിട്ടും കാണാൻ സാധിക്കില്ല. ഏതാണ്ട് ആ ഒരു എക്സ്പീരിയൻസ് ആണ് ഈ ഒരു പ്രൈവസി ഡിസ്പ്ലേ എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ഫോണിനകത്ത് ലഭിക്കുന്നതെന്ന് വേണമെങ്കിൽ പറയേണ്ടി വരും. ജീവിതത്തിൽ മറ്റുള്ളവരിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ ഒളിക്കാനുള്ളവർക്ക് ഒരു പക്ഷേ ഈ ഒരു പ്രൈവസി ഡിസ്പ്ലേ എന്ന് പറയുന്ന ആ ഒരു ഫീച്ചർ ഒരുപാട് ഗുണം ചെയ്തേക്കാം. പക്ഷേ ആദ്യം മറ്റുള്ളവരിൽ നിന്ന് ഒളിപ്പിക്കാനൊന്നും ഹൈഡ് ചെയ്യാനായിട്ടൊന്നും ഇല്ലാത്തവർക്ക് ഈ ഒരു പ്രൈവസി ഡിസ്പ്ലേയുടെ ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ലെന്ന് തന്നെ വേണമെങ്കിൽ പറയേണ്ടി വരും. എന്ത് തന്നെയാലും ഈ ഒരു പ്രൈവസി ഡിസ്പ്ലേ എന്ന് പറയുന്ന ഈ ഒരു ഫീച്ചർ സാംസങ്ങിന്റെ S26 അൾട്രയിൽ മാത്രമേ ഉള്ളൂ. S26ലോ S26 പ്ലസിലോ ഇപ്പോൾ കൊടുത്തിട്ടില്ല. അപ്പോൾ ഒരു അൾട്രാ ഫീച്ചർ ആയിട്ടാണ് ഈ ഒരു ഫോണിനകത്ത് നൽകിയിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു ഒരുപക്ഷെ ഇനി വരുന്ന സാംസങ് C Fold 8ലൊക്കെ ഈ ഒരു പ്രൈവസി ഡിസ്പ്ലേ ഒരുപക്ഷെ കണ്ടേക്കാം. മാത്രമല്ല അടുത്ത ഐഫോണിന്റെ 18 പ്രോയിൽ ഒരുപക്ഷെ ആപ്പിളും ഇത് കോപ്പി ചെയ്തേക്കാം. അങ്ങനെയാണല്ലോ കാര്യങ്ങളുടെ ഒരു സാധാരണ ഒരു രീതി എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഒരുപക്ഷെ S27 സീരീസ് ഇറങ്ങുമ്പോൾ ഒരുപക്ഷെ S27ലെ എല്ലാ മോഡലുകളിലും ഈ ഒരു പ്രൈവസി ഡിസ്പ്ലേ സാംസങ് ഒരുപക്ഷെ കൊണ്ടുവന്നേക്കാം. ചിലപ്പോൾ ഈ ഒരു പ്രൈവസി ഡിസ്പ്ലേ ഒരു പരാജയമാവുകയാണെങ്കിൽ ചിലപ്പോൾ അടുത്ത S27 സീരീസ് വരുമ്പോൾ പ്രൈവസി ഡിസ്പ്ലേ ഒരു പക്ഷേ ഒഴിവാക്കാം. ഇതിലേതെങ്കിലുമൊക്കെ എന്തായാലും സംഭവിക്കുമെന്ന കാര്യത്തിൽ ഉറപ്പുണ്ട്. ഒരു കാര്യം നല്ലത് പറയണം, അതായത് ഇതുവരെയുള്ള ഏതൊരു ബ്രാൻഡും ഇതുവരെ കൊണ്ടുവരാത്ത ഒരു ഫീച്ചറാണ് ഈ ഒരു പ്രൈവസി ഡിസ്പ്ലേ എന്നുള്ളതാണ്. പക്ഷേ ഈ ഒരു പ്രൈവസി ഡിസ്പ്ലേ എത്രത്തോളം യൂസ്ഫുൾ ആണ് എന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ട ഒരു കാര്യം. ആർക്കൊക്കെ ഇത് ആവശ്യമുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ എന്നെ സംബന്ധിച്ച് ഈ ഒരു ഫോണിൽ പ്രൈവസി ഡിസ്പ്ലേ ഒരിക്കലും ഞാൻ എനേബിൾ ചെയ്യേണ്ട എനിക്ക് ഒരു ആവശ്യം വരുന്നില്ല എന്നുള്ളതാണ്. നമ്മൾ ഈ ഒരു ഫോണിൽ പ്രൈവസി ഡിസ്പ്ലേ വരുന്നതിന് മുമ്പ് നമ്മൾ ഫോൺ ഉപയോഗിച്ചിട്ടുണ്ട്. നമ്മൾ പബ്ലിക് ട്രാൻസ്പോർട്ടിലൊക്കെ നമ്മൾ ഫോൺ ഉപയോഗിച്ചിട്ടുണ്ട്, ഉപയോഗിക്കുന്നവരാണ്. സാധാരണ ഒരു സ്ക്രീൻ ഗാർഡ് ഉണ്ട്, ഇത്തരത്തിൽ പ്രൈവസി ഡിസ്പ്ലേ പോലെ ആക്ട് ചെയ്യുന്ന തരത്തിലുള്ള സ്ക്രീൻ ഗാർഡുകളുണ്ട്. അത് മേടിച്ചൊട്ടിച്ചാലും സാധാരണ ഫോണുകൾക്ക് ഈ ഒരു ഫീച്ചർ വേണമെങ്കിൽ കൊണ്ടുവരാവുന്നതാണ്. എന്നിരിക്കെ ഈ ഒരു ഫീച്ചർ ഈ പറഞ്ഞ പോലെ എത്രത്തോളം യൂസ്ഫുൾ ആണ് എന്ന കാര്യത്തിൽ സംശയമുണ്ട്. ഫോണിന്റെ ഡിസൈനിലേക്ക് വന്നു കഴിഞ്ഞാൽ S26 അൾട്രയിൽ സാംസങ് ഉയർത്തി കാണിക്കുന്ന കളർ എന്ന് പറയുന്നത് കൊബാൾട്ട് ബ്ലൂ എന്ന് പറയുന്ന ഈ ഒരു പർട്ടിക്കുലർ കളറാണ്. പക്ഷേ ഞാൻ സെലക്ട് ചെയ്തത് ഈ ഒരു വൈറ്റ് കളറാണ്. എനിക്ക് ഈ ഒരു വൈറ്റ് കളർ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. എനിക്കൊരു എലിഗന്റ് കളറായിട്ടാണ് ഈ ഒരു വൈറ്റ് കളർ തോന്നിയത്. ഇത്തവണ ഡിസൈൻ വൈസ് നോക്കി കഴിഞ്ഞാൽ ഇവിടെ ഈ ക്യാമറ ഭാഗത്ത് ഒരു പ്ലാറ്റോ എന്നറിയപ്പെടുന്ന ഒരു ഐലൻഡ് ഏരിയ ഇതുപോലെ ഉയർന്നു നിൽക്കുന്നതായിട്ട് കാണാം. കഴിഞ്ഞ S25 അൾട്ര വരെ അത്തരത്തിൽ ഒരു ഉയർച്ച ഈ ഒരു ക്യാമറയുടെ ഭാഗത്ത് ഉണ്ടായിരുന്നില്ല. കുറച്ച് ഫ്ലാറ്റ് ആയിരുന്നു ക്യാമറ നിന്നിരുന്നത്. എൻ്റെ അഭിപ്രായത്തിൽ ഈ ഒരു പ്ലാറ്റോ വരേണ്ടിയിരുന്നില്ല എന്നാണ് എനിക്ക് തോന്നിയത്. കുറച്ചുകൂടി ഒരു ഫ്ലാറ്റ് ആയിട്ടിരിക്കുന്നതായിരുന്നു കാണാൻ കുറച്ചുകൂടി ഒരു ലുക്ക്. ഇത്തവണ S26 അൾട്ര ഡിസൈൻ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ സാംസങ്ങിന്റെ S26 പ്ലസിന്റെ ഒക്കെ ഒരു ഭാഗത്ത് കൊണ്ട് കെട്ടിയിരിക്കുന്നത് പോലെ തോന്നും. ഒരു അൾട്രാ ഫീല് S25 അൾട്ര മുതലേ ഏതാണ്ട് നഷ്ടപ്പെട്ടിരുന്നു. പക്ഷേ ഫോണിന്റെ തിക്നെസ് കുറച്ചിട്ടുണ്ട്. അതുപോലെ വെയിറ്റ് ഒരു 4 ഗ്രാമോളം S25 അൾട്രയിൽ നിന്ന് കുറച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഫോൺ കൈകാര്യം ചെയ്യുമ്പോൾ കുറച്ചൊരു
എന്താ പറയുക, ഒരു വെയിറ്റ് ഒക്കെ കുറഞ്ഞതുകൊണ്ട് തന്നെയും ഒരു സുഖമുണ്ട് എന്ന് പറയാതെ വയ്യ. അതുപോലെ ഈ ഒരു ഫോണിനകത്ത് ഈ കാണുന്ന ഫ്രെയിം കഴിഞ്ഞ പ്രാവശ്യം 25 അൾട്രയിൽ ടൈറ്റാനിയം ആയിരുന്നെങ്കിൽ ഇത്തവണ അവർ വീണ്ടും അലുമിനിയത്തിലേക്ക് തിരിച്ചു പോയിരിക്കുകയാണ്. കാരണം നമുക്കറിയാം ഐഫോൺ 16 പ്രോയിൽ നിന്ന് 17 പ്രോയിലേക്ക് വന്നപ്പോൾ ആപ്പിൾ ചെയ്ത കാര്യം സെയിം തന്നെയായിരുന്നു. അതായത് ടൈറ്റാനിയം ഫ്രെയിം മാറ്റി അലുമിനിയം ഫ്രെയിമിലേക്ക് മാറി. ആപ്പിൾ ഒരു കാര്യം ചെയ്തു കഴിഞ്ഞാൽ സാംസങ് അത് ചെയ്യാതിരിക്കുന്നത് മോശമല്ലേ എന്ന് കരുതിയിട്ടാവണം അവരും ഇത്തവണ ഈ പറയുന്ന ആർമർ അലുമിനിയത്തിലേക്കാണ് ഈ ഒരു ഫ്രെയിം കൊണ്ടുചെന്ന് എത്തിച്ചിരിക്കുന്നത്. എന്തുകൊണ്ടാണെന്ന് അറിയില്ല. ഞാൻ ഈ ഒരു ഫോൺ കഴിഞ്ഞ ദിവസം വാങ്ങി കൊണ്ടുവരുന്ന വഴിയിൽ കാറിനകത്ത് സഞ്ചരിക്കുന്ന സമയത്ത് തന്നെ ഇന്നലെ തന്നെ എൻ്റെ കയ്യിൽ നിന്ന് 2 പ്രാവശ്യം താഴെ വീണു. ഇപ്പോഴത്തെ ഷൂട്ടിങ്ങിന് കൊണ്ടുവന്ന് കയ്യിൽ ഇങ്ങനെ പിടിച്ചുകൊണ്ടിരുന്നപ്പോൾ തന്നെ ഷൂട്ടിംഗ് ക്യാമറ ഓൺ ചെയ്യുന്നതിന് തൊട്ട് മുമ്പ് തന്നെ കയ്യിൽ നിന്ന് സ്ലിപ്പായിട്ട് ഇപ്പോഴും പോയി. കുറച്ച് സ്ലിപ്പറിയാണ് ഈ ഒരു ഫോണെന്ന് അതുകൊണ്ട് തന്നെ പറയേണ്ടി വരും. ബാക്കൊക്കെ ഒരു മാറ്റ് ഫിനിഷൊക്കെയാണ് കൊടുത്തിരിക്കുന്നത് എങ്കിലും എൻ്റെ കയ്യിൽ നിന്ന് ഈ പറഞ്ഞ പോലെ സാധാരണ മറ്റ് ഫോണുകൾ പോകുന്ന കണക്കല്ല, ഇത് ഒരുപാട് കൂടുതലായിട്ട് സ്ലിപ്പ് ചെയ്ത് പോകുന്നുണ്ട്. അതുപോലെ ഡിസൈനിൽ മറ്റൊരു വ്യത്യാസം കൂടി ഇത്തവണ S26 അൾട്രയിലേക്ക് വരുമ്പോൾ വന്നിട്ടുണ്ട്. അതായത് ഈ ഒരു S Penന്റെ സൈഡ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു സൈഡ് കണ്ടില്ല, ഇങ്ങനെ കട്ട് ചെയ്തൊരു കർവ് പോലെ ഈ സൈഡിൽ നമുക്ക് കാണാം. അതുകൊണ്ടുള്ളൊരു കുഴപ്പമെന്ന് പറയുന്നത് നമുക്ക് S Pen ഒരു പൊസിഷനിലെ ഈ ഒരു ഫോണിനകത്ത് വെക്കാൻ പറ്റും, തിരിച്ച് നമുക്ക് ഇതിനകത്തേക്ക് വെക്കാൻ പറ്റില്ല. കണ്ടില്ല, ഇവിടെ പ്രൊജക്ഷൻ നിൽക്കും. അത് നമുക്ക് എങ്ങനെ മനസ്സിലാക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ S Penന്റെ ഈ ബട്ടൺ കാണുന്ന ഭാഗം മുകളിലേക്ക് ഫേസ് ചെയ്യുന്ന രീതിയിൽ മാത്രമേ നമുക്ക് ഇതിനകത്തേക്ക് വെക്കാൻ സാധിക്കൂ. ഡിസ്പ്ലേയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ ഒരു ഫോണിനകത്ത് സൂപ്പർ ഡിസ്പ്ലേ ആണ് കൊടുത്തിരിക്കുന്നത്. ഈ കാണുന്ന ബെസലുകളൊക്കെ നോക്കി വളരെ തിന്നായിട്ടുള്ള ബെസലുകളാണ് ഈ ഒരു ഫോണിനകത്ത് കൊടുത്തിരിക്കുന്നത്. ഇതിന്റെ ഡിസ്പ്ലേ പറ്റി പറയുമ്പോൾ ഒരു കാര്യം കൂടി പറയണം. സാംസങ് ആദ്യം പറഞ്ഞിരുന്നത് ഈ ഒരു S26 അൾട്രയിലേക്ക് വന്നപ്പോൾ 25 അൾട്രയിൽ നിന്ന് വ്യത്യസ്തമായിട്ട് 10 ബിറ്റ് ഡിസ്പ്ലേ നൽകിയെന്നാണ്. ലോകത്ത് ആകമാനമുള്ള നിരവധി ക്രിയേറ്റേഴ്സ് ആദ്യം ഇത് പാടെ വിശ്വസിച്ചുകൊണ്ട് 10 ബിറ്റ് ഡിസ്പ്ലേ ആണ് തവണ S26 അൾട്രയിൽ നിന്നൊക്കെ പറഞ്ഞു. പിന്നീടാണ് അറിയാൻ കഴിഞ്ഞത് ആക്ച്വലി ഇതിനകത്ത് 10 ബിറ്റ് ഡിസ്പ്ലേ അല്ല, ഇപ്പോഴും 8 ബിറ്റ് ഡിസ്പ്ലേ തന്നെയാണ് ഈ ഒരു ഫോണിനകത്ത് കൊടുത്തിരിക്കുന്നത്. എന്താണ് അങ്ങനെ ഒരു മിസ്റ്റേക്ക് സാംസങ്ങിന്റെ ഭാഗത്തു നിന്ന് വന്നതെന്ന് എനിക്കറിയില്ല. എന്തായാലും ഒരുപാട് ക്രിയേറ്റേഴ്സ് ഈ പറഞ്ഞ പോലെ S26 അൾട്ര 10 ബിറ്റ് ഡിസ്പ്ലേ ആണെന്ന് തന്നെ പറഞ്ഞു. പലരും പിന്നീട് അവരുടെ ട്വിറ്റർ ഹാൻഡിലൊക്കെ തങ്ങൾക്ക് പറ്റിയ ആ ഒരു മിസ്റ്റേക്ക് സൂചിപ്പിക്കുകയും ചെയ്തിട്ടുള്ളതാണ്. 6.9 ഇഞ്ചിന്റെ QHD+ ഡിസ്പ്ലേ ആണ് ഫോണിനകത്ത് കൊടുത്തിരിക്കുന്നത്. 120 ഹെർട്സിന്റെ റിഫ്രഷ് റേറ്റ്, അതുപോലെ LTPO റിഫ്രഷ് റേറ്റ് ആണ്. AMOLED ഡിസ്പ്ലേ ആണ് ഈ ഒരു ഫോണിനകത്ത് കൊടുത്തിരിക്കുന്നത്. 2600 നിറ്റ്സ് ആണ് ഇതിന്റെ ഒരു പീക്ക് ബ്രൈറ്റ്നസ്. അതുപോലെ കോണിംഗ് ഗൊറില്ല ആർമർ 2 പ്രൊട്ടക്ഷൻ ആണ് ഈ ഒരു ഫോണിന്റെ ഡിസ്പ്ലേക്ക് കൊടുത്തിരിക്കുന്നത്. പെർഫോമൻസിനകത്ത് മുൻ S25 അൾട്രയിൽ നിന്ന് ബമ്പ് വന്നിട്ടുണ്ട്. അതായത് സ്നാപ്ഡ്രാഗൺ 8 Elite Gen 5 4 Galaxy എന്ന് പറയുന്ന പ്രോസറാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ആ ഒരു 4 Galaxy എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. അതായത് സാംസങ്ങിന് വേണ്ടി ഈ പറയുന്ന സ്നാപ്ഡ്രാഗൺ 8 Gen 5 Elite എന്ന് പറയുന്ന പ്രോസറിനെ കുറച്ചുകൂടെ ട്യൂൺ ചെയ്താണ് ഈ ഒരു ഫോണിനകത്ത് യൂസ് ചെയ്തിരിക്കുന്നത്. എന്നാൽ ഒരു കാര്യം എടുത്ത് പറയേണ്ടതുണ്ട്, S26ലും S26 Plusലും ഇവരുടെ തന്നെ ഇൻഹൗസ് പ്രോസറായിട്ടുള്ള എക്സിനോസിന്റെ 2nm പ്രോസറാണ് കൊടുത്തിരിക്കുന്നത്. ഈ ഒരു 26 അൾട്രയിൽ മാത്രമാണ് ഇത്തരത്തിൽ സ്നാപ്ഡ്രാഗൺ പ്രോസസ്സർ വന്നിരിക്കുന്നതെന്നും ഓർക്കണം. റാം ടൈപ്പ് വന്നിട്ട് LPDDR5X അതുപോലെ സ്റ്റോറേജ് ടൈപ്പ് വന്നിട്ട് UFS 4 വന്നിരിക്കുന്നത്. ഇതൊരു ഫ്ലാഗ്ഷിപ്പ് ലെവൽ ഫോണാണ്. ഇതിൽ നിന്നും അല്പം കൂടിയൊക്കെ വില കുറഞ്ഞ ഫോണുകൾ പോലും LPDDR5X അൾട്രാ റാമും അതുപോലെ UFS 4.1 വരുന്നുണ്ട് എന്നുള്ളതും ഇതിനോടൊപ്പം കൂട്ടി വായിക്കേണ്ടതാണ്. ഈ ഒരു ഫോണിനകത്ത് നിലവിൽ BGMI 90 FPS സപ്പോർട്ട് മാത്രമാണുള്ളത്. ഒരുപക്ഷെ വരും അപ്ഡേറ്റ് വഴി BGMI 120 FPSലേക്ക് ഒരു അപ്ഡേറ്റ് ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കാം. എന്തുകൊണ്ടാണെന്ന് അറിയില്ല സാംസങ് ഈ ഒരു ഫോണിനകത്ത് ഇത്രയും ഫ്ലാഗ്ഷിപ്പ് ആയിട്ടുള്ള ഒരു ഫോണിനകത്ത് ഇപ്പോഴും BGMI പറയുന്ന 90 FPS സപ്പോർട്ട് മാത്രം കൊടുത്തിരിക്കുന്നതെന്നും മനസ്സിലാവുന്നില്ല. നിരവധി AI ടൂളുകളാണ് ഈ ഒരു ഫോണിനകത്ത് കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ വരുന്ന പല ബ്രാൻഡിന്റെ ഫോണുകൾക്കും പുതുതായിട്ട് യാതൊരുവിധ പുതിയ ഇന്നോവേഷനുകളും വരുന്നില്ല. പകരം അവരെല്ലാം ചെയ്യുന്നത് AIയുടെ പിന്നാലെയാണ്. ഇവിടെ സാംസങ്ങിന്റെ S26 അൾട്രയിലും കാര്യങ്ങൾ വ്യത്യസ്തമല്ല. നൗ നഡ്ജ് എന്ന് പറയുന്ന ഒരു ഫീച്ചറാണ് ഇത്തവണ ഈ ഒരു ഫോണിനകത്ത് കൊടുത്തിരിക്കുന്ന ഒരു AI ഫീച്ചർ. അതായത് കഴിഞ്ഞ പ്രാവശ്യമൊക്കെ അവർ ഇൻട്രൊഡ്യൂസ് ചെയ്ത ഒരു ഫീച്ചർ ആയിരുന്നു നൗ ബ്രീഫ്. ഫോർ എക്സാമ്പിൾ ഞാനിപ്പോൾ ഈ ഒരു ഫോണിനകത്ത് മോർണിംഗ് ബ്രീഫ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ കാണിക്കുന്നു. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എനിക്കൊരു ബ്രീഫിംഗ്, എൻ്റെ ഒരു അസിസ്റ്റന്റ് എനിക്ക് നൽകുന്ന ഒരു ബ്രീഫിംഗ് പോലെ എൻ്റെ ഇന്നത്തെ ഈ ഒരു ദിവസത്തെ പറ്റിയിട്ടുള്ള ഒരു ബ്രീഫിംഗ് എനിക്ക് തരും. അതായത് എനിക്ക് എന്തെങ്കിലും ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഷെഡ്യൂളുകൾ, എൻ്റെ റിമൈൻഡേഴ്സ്, അതുപോലെ യൂട്യൂബിൽ നിന്നുള്ള ചില വീഡിയോ റെക്കമെൻഡേഷൻസ് കാര്യങ്ങളൊക്കെ എനിക്ക് നൗ ബ്രീഫ് എന്ന രീതിയിൽ തരും. ഓരോ സമയത്ത് മോർണിംഗിലൊരു ബ്രീഫ് തരും, ഉച്ചയ്ക്ക് മറ്റൊരു ബ്രീഫ്, അതുപോലെ ഈവനിങ് ബ്രീഫ്, അങ്ങനെ നമുക്ക് ബ്രീഫിംഗ് കിട്ടും. വലിയ കാര്യമൊന്നുമില്ല. ഞാൻ 25 അൾട്രയും ഞാൻ യൂസ് ചെയ്താണ്. എനിക്കത് വലിയൊരു ഭയങ്കര സംഭവമായിട്ടൊന്നും തോന്നിയില്ല. എന്നാൽ ഇത്തവണ S26 അൾട്രയിലേക്ക് വരുമ്പോൾ അത് നൗ നഡ്ജ് എന്ന ഒരു അഡീഷണൽ ഫീച്ചർ കൂടി കൊടുത്തിട്ടുണ്ട്. എന്താണ് ഈ ഒരു നൗ നഡ്ജ് എന്ന് പറഞ്ഞാൽ? അതായത് കോൺടെക്സ്റ്റ് എന്താണോ അത് മനസ്സിലാക്കിക്കൊണ്ട് തരുന്ന റെസ്പോൺസിനെയാണ് ഈ നൗ നഡ്ജ് എന്ന് പറയുന്നത്. നിങ്ങളോട് ഫോണിനകത്ത് ഒരു SMS ആയിട്ട് ആരെങ്കിലും ചോദിച്ചു നാളെ എന്താണ് പരിപാടി എന്ന് നിങ്ങൾക്ക് ഇംഗ്ലീഷിൽ ഒരാൾ SMS അയച്ചാൽ ഫോൺ നിങ്ങളുടെ കലണ്ടർ ഇവന്റുകൾ നാളെ എന്താണെന്ന് നോക്കി അതനുസരിച്ച് കൊണ്ട് ഒരു ഓട്ടോ റിപ്ലൈക്കുള്ള ഒരു സജഷൻ തരും. കീബോർഡിന്റെ ആപ്ലിക്കേഷൻ നടക്കുന്ന ഒരു പരിപാടി എന്ന് വേണമെങ്കിൽ അതിനെ നമുക്ക് വിലയിരുത്താം. അത്തരം ഒരു
സജഷൻ, എന്താണ് കോണ്ടെക്സ്റ്റ് എന്ന് മനസ്സിലാക്കി ആ കോണ്ടെക്സ്റ്റിന് അനുസരിച്ചിട്ടുള്ള റിപ്ലൈ നമുക്ക് സജസ്റ്റ് ചെയ്യുന്നതാണ് ഇത്തവണ ഈ ഒരു നൗ നഡ്ജ് എന്ന പേരിൽ ഈ ഒരു ഫോൺ അത് നൽകിയിരിക്കുന്നത്. അതുപോലെ മറ്റൊരു AI ഓപ്ഷനാണ് ഫോട്ടോ അസിസ്റ്റ്. കഴിഞ്ഞ പ്രാവശ്യമൊക്കെ നമുക്ക് AI ഇറേസറുകൾ ഉണ്ടായിരുന്നു. അതായത് ഒരു ഫോട്ടോ എടുത്തു കഴിഞ്ഞാൽ അൺവാണ്ടഡ് ഒബ്ജക്റ്റുകളെ നമുക്ക് റിമൂവ് ചെയ്യാൻ സാധിക്കുമായിരുന്നു. ഇത്തവണ അത്തരം അൺവാണ്ടഡ് ഒബ്ജക്റ്റുകളെ റിമൂവ് ചെയ്യുക മാത്രമല്ല, പുതിയ ഒബ്ജക്റ്റുകളെ നമുക്ക് അതിനകത്തേക്ക് വരച്ചു ചേർക്കാനും, ഇപ്പോൾ നമ്മൾ ഇട്ടിരിക്കുന്ന ഡ്രസ്സൊക്കെ നമുക്ക് മാറ്റി വേറെ കളർ കൊടുക്കാനോ ജാക്കറ്റ് ആക്കാനോ ഒക്കെ അങ്ങനെയുള്ള സംവിധാനങ്ങളൊക്കെ ഈ ഒരു ഫോട്ടോ അസിസ്റ്റ് വഴി നമുക്ക് ഈ ഒരു ഫോണിനകത്ത് ചെയ്യാൻ സാധിക്കും. അതിനിപ്പോൾ S26 Ultra വാങ്ങണമെന്നില്ല. സാധാരണ ഒരു ആൻഡ്രോയിഡ് ഫോൺ ഉണ്ടെങ്കിൽ ജെമിനി ആപ്പ് ഇൻസ്റ്റാൾ ചെയ്താൽ മതി. ഇതെല്ലാം നമുക്ക് അതിനകത്ത് നടക്കും. ഓഡിയോ ഇറേസർ എന്ന് പറയുന്ന ഫീച്ചർ നേരത്തെ S25 Ultra'യിലൊക്കെ സാംസങ് കൊടുത്തതാണ്. അതായത് നമ്മൾ വീഡിയോ റെക്കോർഡ് ചെയ്യുമ്പോൾ, ക്യാമറ വഴി വീഡിയോ റെക്കോർഡ് ചെയ്യുമ്പോൾ ഒരുപാട് പുറത്തുനിന്നുള്ള എൻവയോൺമെന്റൽ നോയ്സ് ഉണ്ടെങ്കിൽ ഓഡിയോ ഇറേസർ വഴി ആ നോയ്സ് മാത്രം കട്ട് ഓഫ് ചെയ്ത് നമ്മുടെ വോയിസ് കൂടുതൽ പ്രോമിനന്റ് ആക്കി നൽകുന്ന ഫീച്ചർ ആയിരുന്നു ഓഡിയോ ഇറേസർ. എന്നാൽ ഇപ്പോൾ ആ ഒരു ഓഡിയോ ഇറേസർ എന്ന് പറയുന്ന ആ ഒരു ഫീച്ചർ മറ്റ് തേർഡ് പാർട്ടി ആപ്പുകളിൽ കൂടി ലഭിക്കും. ഇപ്പൊ നമ്മൾ യൂട്യൂബിൽ ഒരു വീഡിയോ കാണുമ്പോൾ ഈ പറയുന്ന ആ വീഡിയോയുടെ സൗണ്ടിൽ ഒരുപാട് എൻവയോൺമെന്റൽ നോയ്സ് ഉണ്ടെങ്കിൽ ഓഡിയോ ഇറേസർ വഴി യൂട്യൂബിലെ വീഡിയോയിലെ ആ എൻവയോൺമെന്റൽ വോയിസ് കട്ട് ഓഫ് ചെയ്ത് നമുക്ക് കേൾക്കാൻ സാധിക്കും. അത്തരം തേർഡ് പാർട്ടിയിലൂടെ ഈ ഒരു ഓഡിയോ ഇറേസർ കൊടുത്തു എന്നുള്ളതാണ് മറ്റൊരു ഫീച്ചർ. അതുപോലെ S26 Ultra'യിൽ S Pen കൊടുത്തിട്ടുണ്ടെങ്കിലും S25 Ultra മുതൽ കട്ട് ചെയ്ത് കളഞ്ഞ ബ്ലൂടൂത്ത് ഫംഗ്ഷനാലിറ്റി ഇത്തവണയും ഇതിനകത്ത് ഇല്ല. അതായത് നേരത്തെ നമുക്ക് ഈ ഒരു ബട്ടൺ ഉപയോഗിച്ചുകൊണ്ടൊക്കെ നമുക്ക് ഇതിനകത്ത് എന്താ പറയുക ക്യാമറ കൺട്രോളൊക്കെ ചെയ്യാൻ സാധിക്കുമായിരുന്നു ബ്ലൂടൂത്ത് വഴി. പക്ഷേ ഇപ്പോൾ അത്തരം കാര്യങ്ങൾ S25 Ultra മുതൽ കളഞ്ഞതാണ്. ഈ ഒരു ഫോണിനകത്തും അത് തിരിച്ച് വന്നിട്ടില്ല. IP68 ഡസ്റ്റ് ആൻഡ് വാട്ടർ റെസിസ്റ്റൻസ് ആണ് ഈ ഒരു ഫോണിനകത്ത് കൊടുത്തിരിക്കുന്നത്. അതുപോലെ Wi-Fi 7 ആണ് ഫോണിൽ നൽകിയിരിക്കുന്നത്. ഓക്കെ, ഞാൻ വൈറ്റ് കളർ വേരിയന്റ് വാങ്ങിയതുകൊണ്ട് തന്നെ S Penന്റെ കളറും അതിൻ്റെ ഫോണിൻ്റെ കളർ കമ്പാറ്റബിൾ ആയിട്ട് വൈറ്റ് തന്നെയാണ് നൽകിയിരിക്കുന്നത്. ക്യാമറയിലേക്ക് വരുമ്പോൾ കഴിഞ്ഞ S25 Ultra'യുടെ മെഗാ പിക്സലുകൾ നമ്മളൊരു പേപ്പറിൽ എഴുതി വെച്ച് X26 Ultra'യുടെ മെഗാ പിക്സൽ എഴുതി വെച്ചാൽ പേപ്പറിൽ രണ്ടും സെയിം ആണ്. എന്നാൽ ഇതിന്റെ അപ്പർച്ചർ വാല്യൂയിൽ ഡിഫറൻസ് വന്നിട്ടുണ്ട്. അതായത് പ്രൈമറി ക്യാമറയിലും ടെലിഫോട്ടോ സെൻസറിലും അപ്പർച്ചർ വാല്യൂ കുറഞ്ഞിട്ടുണ്ട്. ഈ ഒരു അപ്പർച്ചർ കുറയുമ്പോൾ ഉള്ള ഗുണം എന്ന് പറയുന്നത് ആ ഒരു ലൈറ്റിനെ സെൻസർ കടത്തിവിടുന്ന ഓപ്പണിംഗ് കൂടും, കൂടുതൽ ലൈറ്റ് അകത്തേക്ക് കടത്തിവിടും. അതുകൊണ്ടുണ്ടാകുന്ന ഗുണമെന്ന് പറയുന്നത് നൈറ്റിൽ നമ്മൾ എടുക്കുന്ന ഫോട്ടോയിൽ വളരെ ഇരുണ്ട വെളിച്ചമാണെങ്കിൽ പോലും ഉള്ള വെളിച്ചത്തെ കൂടുതലായി സെൻസർ കടത്തി വിട്ടുകൊണ്ട് ബ്രൈറ്റ് ആയിട്ടുള്ള ഫോട്ടോകൾ എടുക്കാൻ സാധിക്കും. ഞാൻ S25 Ultra'യും S26 Ultra'യിലും എടുത്ത ഫോട്ടോ, സെയിം ഫോട്ടോ കമ്പാരിസൺ ചില യൂട്യൂബ് വീഡിയോകൾ കണ്ടു. എനിക്ക് പേഴ്സണലി S25 Ultra'യിൽ എടുത്ത ഫോട്ടോയാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത്. ഈ ഒരു S26 Ultra'യിലേക്ക് വന്നപ്പോൾ കൂടുതൽ ലൈറ്റ് കടത്തി വിടുന്നത് കൊണ്ട് തന്നെ ഒരുമാതിരി വെളുത്തിരിക്കുന്ന പോലെ തോന്നി. ആ ഒരു രാത്രിയുടെ ഒരു ഭംഗി S26 Ultra'യിൽ എടുത്ത ഫോട്ടോയിൽ അങ്ങനെ കിട്ടിയതായിട്ട് എനിക്ക് തോന്നിയില്ല പേഴ്സണലി. കമ്പാരിസൺ എൻ്റെ ഇപ്പോൾ S25 Ultra ഇല്ല, അതുകൊണ്ട് തന്നെ എനിക്കത് പറയാൻ പറ്റില്ല. പക്ഷേ ഞാൻ ചില വീഡിയോകൾ യൂട്യൂബിൽ കണ്ടപ്പോൾ കമ്പാരിസൺ കാണിച്ചപ്പോൾ എനിക്ക് ബെറ്റർ ആയിട്ട് തോന്നിയത് നൈറ്റ് ഫോട്ടോയിൽ എസ്പെഷ്യലി S25 Ultra'യിൽ എടുത്താണ്. മെയിൻ സെൻസർ അപ്പർച്ചർ ഇപ്പോൾ 1.4ലേക്ക് മാറി. നേരത്തെ 1.7 ആയിരുന്നു S25 Ultra'യിൽ. മെയിൻ ക്യാമറ 200 MP ആണ്. 50 മെഗാ പിക്സലിൻ്റെ ഒരു ടെലിഫോട്ടോ സെൻസർ കൊടുത്തിട്ടുണ്ട് 5x വരെ സൂം ചെയ്യാൻ. അതുപോലെ 50 മെഗാ പിക്സലിൻ്റെ ഒരു അൾട്രാ വൈഡ് ആംഗിൾ ക്യാമറയാണ് കൊടുത്തിരിക്കുന്നത്. പിന്നീട് 10 മെഗാ പിക്സലിൻ്റെ ഒരു ടെലിഫോട്ടോ സെൻസർ, അത് 3x വരെയുള്ള സൂമിങ്ങിനായിട്ടും കൊടുത്തിട്ടുണ്ട്. ഹൊറിസോണ്ടൽ ലോക്ക് ആണ് ഇത്തവണ 26 Ultra'യിലേക്ക് വന്ന ക്യാമറയിലെ ഒരു പുതിയ ഫീച്ചർ. അതായത് നിങ്ങൾ ഒരു ഹൊറിസോണ്ടൽ ലോക്ക് എനേബിൾ ചെയ്തിട്ട് വീഡിയോ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ 360 ഡിഗ്രിയിൽ നിങ്ങളുടെ ഫോൺ റൊട്ടേറ്റ് ചെയ്താൽ പോലും എടുക്കുന്ന വീഡിയോ യാതൊരു ഷേക്കും ഇല്ലാതെ ഒരൊറ്റ ഓറിയന്റേഷനിൽ തന്നെ കാണിക്കും. ഹൊറൈസൺസ് ലോക്ക് ചെയ്ത് വെച്ചുകൊണ്ടുള്ള രീതിയിൽ ഷൂട്ട് ചെയ്ത് കാണിക്കും. ഇത് S26 Ultra'യിൽ സാംസങ് ഇപ്പോഴാണ് പുതിയ കൊണ്ടുവരുന്നത്. എനിക്ക് നല്ല ഓർമ്മയുണ്ട്, വർഷങ്ങൾക്ക് മുമ്പേ വിവോയുടെ ചില ഫോണുകളിൽ ഈ ഒരു ഹൊറൈസൺ ലോക്ക് കൊണ്ടുവന്നായിട്ട് ഓർമ്മയുണ്ട്. അതുപോലെ ഗോപ്രോ ക്യാമറകളിലൊക്കെ നേരത്തെ തന്നെ ഇത്തരത്തിൽ ഹൊറൈസൺ ലോക്ക് ഫീച്ചർ ഉണ്ട്. അതുപോലെ ക്യാമറയിലേക്ക് വന്നപ്പോൾ ഉള്ള ഒരു മറ്റൊരു ഫീച്ചർ എന്ന് പറയുന്നത് APV കോഡക്കാണ്. അതായത് സാംസങ് ഇൻട്രൊഡ്യൂസ് ചെയ്തൊരു പുതിയ കോഡക്കാണ്. കോഡക്ക് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ വീഡിയോ 8Kയിലോ അല്ലെങ്കിൽ 4Kയിലോ ഒക്കെ ഷൂട്ട് ചെയ്താൽ, സാധാരണ 8Kയിലൊക്കെ വീഡിയോ ഷൂട്ട് ചെയ്യുമ്പോൾ ഭയങ്കരമായിട്ടുള്ള ഫയൽ സൈസ് കൂടാറുണ്ട്. ക്വാളിറ്റി ലോസ് വരാതെ വീഡിയോ 8Kയിലോ 4Kയിലോ ഷൂട്ട് ചെയ്യുമ്പോൾ അതിൻ്റെ സൈസ് ഏകദേശം 20% കുറയ്ക്കാൻ ഈ ഒരു APV കോഡക് സഹായിക്കും. ഇതിൻ്റെ ഒരു ക്യാമറ ക്വാളിറ്റിയെ പറ്റി പറഞ്ഞാൽ ഇതിനകത്ത് നോർമൽ മോഡ്, വൈഡ് ആംഗിൾ, ടെലിഫോട്ടോ, പോർട്രേറ്റ് അങ്ങനെ പോകുന്നു. അപ്പോൾ ഇതിനകത്ത് നമ്മൾ പോർട്രേറ്റ് മോഡിൽ ഫോട്ടോകൾ എടുത്തു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ നോർമൽ മോഡിലോ വൈഡ് ആംഗിളോ അധികം ഫോട്ടോകൾ എടുക്കത്തില്ല. കാരണം പോർട്രേറ്റ് മോഡിലേക്ക് വരുമ്പോഴാണ് ഈ ഒരു ഫോണിൻ്റെ ക്യാമറ ഫുൾ പൊട്ടൻഷ്യൽ നമുക്ക് മനസ്സിലാവുന്നത്. അത് വിവോ X300 Pro ആയാലും ഐഫോൺ ആയാലും സാധാരണ നോർമൽ മോഡിലും വൈഡ് ആംഗിൾ കാണുന്ന ഫോട്ടോകളെക്കാൾ ബെറ്റർ ഫോട്ടോ എപ്പോഴും ടെലിഫോട്ടോ സെൻസറാണ് നൽകുന്നത്.
ചെയ്യുന്നത്. ഇവിടെയും അങ്ങനെയാണ്. ടെലിഫോട്ടോയിൽ എടുക്കുന്ന അല്ലെങ്കിൽ പോർട്രേറ്റ് മോഡിൽ എടുക്കുന്ന ഫോട്ടോകൾക്ക് ഒരു നല്ല നാച്ചുറൽ ബോക്കെ എഫക്റ്റ് ഒക്കെ നൽകി ഒരു DSLR ഫോട്ടോ ലൈക്ക് ഫോട്ടോസ് നമുക്ക് ഇതിൻ്റെ പോർട്രേറ്റ് മോഡ് നൽകുന്നുണ്ട്. അപ്പോൾ പോർട്രേറ്റ് മോഡിലാണ് ബെറ്റർ ഫോട്ടോകൾ ഈ ഒരു ഫോൺ നൽകുന്നത്. നോർമൽ മോഡും വൈഡ് ആംഗിളും ഓക്കെ, ഒരു ഭയങ്കര വാവ് എന്നൊന്നും പറയുന്നില്ലെങ്കിലും പോർട്രേറ്റ് മോഡ് അടിപൊളിയായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. അതുപോലെ വീഡിയോ ക്വാളിറ്റിയും ഈ ഒരു ഫോൺ ഉപയോഗിക്കുന്ന ആൾക്ക് ഫുള്ളി സാറ്റിസ്ഫൈഡ് ആയിരിക്കും ഇതിൻ്റെ വീഡിയോ. പക്ഷേ നിങ്ങളുടെ കയ്യിൽ ഒരു iPhone 17 Proയും കയ്യിലുണ്ടെങ്കിൽ അത്രയും ഇതിൻ്റെ വീഡിയോ ആ ഒരു iPhone 17 Pro ആയിട്ട് സാറ്റിസ്ഫൈ ചെയ്യപ്പെടില്ല എന്ന് എനിക്ക് ഉറപ്പുണ്ട്. കാരണം എൻ്റെ കയ്യിൽ ഈ പറഞ്ഞ പോലെ ഈ ഒരു ഫോണിൻ്റെ ക്യാമറ ചെക്ക് ചെയ്യുന്ന സമയത്ത് എൻ്റെ കയ്യിൽ iPhone 17 Proയും ഉണ്ടായിരുന്നു. ഞാൻ വീഡിയോകളൊക്കെ എടുക്കുമ്പോൾ രണ്ട് വെച്ച് എടുക്കുമ്പോഴും കുറച്ചും കൂടി വീഡിയോ, എസ്പെഷ്യലി ഇൻസ്റ്റാഗ്രാമിലൊക്കെ സ്റ്റോറി അപ്ലോഡ് ചെയ്യാനൊക്കെ ആയിട്ട് എടുക്കുന്ന വീഡിയോ കുറച്ചും കൂടി ഇൻസ്റ്റാഗ്രാമിൽ നമ്മൾ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാലും ബെറ്റർ ക്വാളിറ്റി ഫീൽ ചെയ്യുന്നത് iPhone 17 Proയിൽ എടുക്കുന്ന വീഡിയോകൾ തന്നെയാണ് ഈ ഒരു ഫോണിനേക്കാളും. അപ്പോൾ വീഡിയോയ്ക്ക് ഇപ്പോഴും ആ ഒരു അപ്രമാദിത്യം ഐഫോണിൽ തന്നെ നിൽക്കുന്നതെന്നാണ് S26 Ultra വന്നിട്ടും എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തത്. ഫോട്ടോ കൊള്ളാം, കുഴപ്പമൊന്നുമില്ല, പോർട്രേറ്റ് മോഡാണ് അടിപൊളി. ഈ ഒരു ഫോണിന്റെ ക്യാമറ റെസൊല്യൂഷനെ പറ്റി പറഞ്ഞാൽ നമുക്ക് ബാക്ക് ക്യാമറ ഉപയോഗിച്ചുകൊണ്ട് മാക്സിമം 8K 30 FPS വീഡിയോകളും അതുപോലെ തന്നെ സെൽഫി ക്യാമറ ഉപയോഗിച്ചുകൊണ്ട് മാക്സിമം 4K 60 FPS വീഡിയോകളുമാണ് ഷൂട്ട് ചെയ്യാൻ സാധിക്കുന്നത്. ഫോണിന്റെ ബാറ്ററി കപ്പാസിറ്റിയെ പറ്റി പറഞ്ഞാൽ 5000 mAh ബാറ്ററിയാണ് കൊടുത്തിരിക്കുന്നത്. മറ്റ് പല ബ്രാൻഡുകളും കാർബൺ സിലിക്കൺ ബാറ്ററിയുടെ പിന്നാലെ പോയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയും ഫോണിന്റെ വെയിറ്റ് കുറച്ച് നിർത്തിക്കൊണ്ട് 6000 mAh മുതൽ ഏതാണ്ട് 10000 mAh വരെ പല ഫോണുകളിൽ ഇപ്പോൾ ബാറ്ററി കപ്പാസിറ്റി കൂട്ടിയിട്ടുണ്ട്. റിയൽമി P4 പവറിൽ 10001 mAhന്റെ ബാറ്ററിയാണ് കൊടുത്തിരിക്കുന്നത്. പക്ഷേ സാംസങ് ഇപ്പോഴും മുൻകാല ഫോണുകൾ ഉപയോഗിച്ച ആ സെയിം ലിഥിയം അയോൺ ബാറ്ററി ആയിട്ടുള്ള 5000 mAh തന്നെയാണ് യൂസ് ചെയ്യുന്നത്. എന്തുകൊണ്ടോ സാംസങ് ഇപ്പോഴും അവരുടെ ഫോണുകളിൽ ഈ കാർബൺ സിലിക്കൺ ബാറ്ററി ഉൾപ്പെടുത്താൻ ഒരു മടി കാണിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ഇതുമായിട്ട് ചേർത്ത് പറയേണ്ട ഒരു കാര്യം, നേരത്തെ സാംസങ്ങിന്റെ Note 7 ആണെന്നാണ് എൻ്റെ ഓർമ്മ. അതിനകത്ത് ഉപയോഗിച്ചിരുന്ന ബാറ്ററി പല സ്ഥലങ്ങളിലും പൊട്ടിത്തെറിക്കുന്ന ഒരു സംഭവം റിപ്പോർട്ട് ചെയ്തിരുന്നു. ഫ്ലൈറ്റിലൊക്കെ വെച്ച് സാംസങ്ങിന്റെ Note 7ലെ ബാറ്ററി ഇതുപോലെ ചെറിയ പുകയൊക്കെ ഉയരുന്ന പല ഇഷ്യൂ വന്നു. അങ്ങനെ Note 7 അവർ റീകോൾ ചെയ്യുക വരെ ചെയ്തിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു ബാറ്ററി ഇഷ്യൂവിൻ്റെ ഒരു പേടി ഉള്ളത് കൊണ്ടായിരിക്കണം നിലവിൽ ഒരുവിധം സെറ്റിലായിരിക്കുന്ന ഈ ഒരു 5000 mAh ബാറ്ററി തന്നെ വീണ്ടും അവർ ഉപയോഗിക്കാൻ അവരെ പ്രേരിപ്പിക്കുന്നതെന്നാണ് എനിക്ക് പേഴ്സണലി തോന്നിയത്. പക്ഷേ ഒരു നല്ല കാര്യമുണ്ട്, ഇത്തവണ ബാറ്ററി ചാർജിങ് കപ്പാസിറ്റി 60 വാട്ടിലേക്ക് അവർ ഉയർത്തിയിട്ടുണ്ട്. നേരത്തെയുള്ള ഫോണിൽ, അതായത് S25 Ultra'യിൽ 45 വാട്ടായിരുന്നു, അതിന് മുമ്പുണ്ടായിരുന്നത് 25 വാട്ടായിരുന്നു. ഇത്തവണ എന്തായാലും 60 വാട്ടിലേക്ക് ഉയർത്തിയിട്ടുണ്ട്. അത് നമ്മൾ ഫോൺ ചാർജ് ചെയ്യുമ്പോൾ കാര്യമായിട്ട് മനസ്സിലാവുന്നുണ്ട്. നല്ല ഫാസ്റ്റായിട്ട് ഇത്തവണ ഫോൺ ചാർജ് ആവുന്നുണ്ട്. പക്ഷേ എടുത്തു പറയേണ്ട ഒരു കാര്യം, ഇത്തവണയും ഫോണിന്റെ ബോക്സിനകത്ത് ചാർജർ ഒന്നും നൽകിയിട്ടില്ല. 25 വാട്ടിന്റെ വയർലെസ് ചാർജിങ് സപ്പോർട്ട് ഫോണിന് കൊടുത്തിട്ടുണ്ട്. പക്ഷേ മാഗ്നറ്റിക് ചാർജിങ് ഫീച്ചർ കൊടുത്തിട്ടില്ല. അതായത് ഐഫോണൊക്കെ അറിയാം, നമുക്ക് മാഗ്സേഫ് വഴി നമുക്ക് വയർലെസ് ചാർജേഴ്സിൽ മാഗ്നറ്റിക് ഉണ്ടെങ്കിൽ അതിനകത്ത് അറ്റാച്ച് ചെയ്ത് മാഗ്നറ്റിക്കലി ഒട്ടിച്ച് വെച്ചുകൊണ്ട് നമുക്ക് ചാർജ് ചെയ്യാൻ സാധിക്കും. അത് ഇത്തവണയും സാംസങ്ങിന്റെ ഈ ഒരു ഫോണിനകത്തേക്ക് വന്നിട്ടില്ല. ഗൂഗിൾ പിക്സൽ പോലും അവരുടെ 10 സീരീസിലേക്ക് വന്നപ്പോൾ അവർ ഇത്തരത്തിൽ മാഗ്നറ്റിക് അല്ലെങ്കിൽ മാഗ്സേഫ് ചാർജിങ് കപ്പാസിറ്റി കൊണ്ടുവന്നിരുന്നു. പക്ഷേ ഇപ്പോഴും സാംസങ് ഈ ഒരു മാഗ്നറ്റിക് ചാർജിങ് ഈ ഒരു ഫോണിലും കൊണ്ടുവന്നിട്ടില്ല. 4.5 വാട്ടിൽ നമുക്ക് റിവേഴ്സ് വയർലെസ് ചാർജിങ് ചെയ്യാൻ സാധിക്കും. അതായത് വയർലെസ് ചാർജിങ് ഉള്ള മറ്റ് ചെറിയ ബഡ്സ് ഒക്കെ വേണമെങ്കിൽ ഇതിൻ്റെ പുറത്ത് വെച്ചുകൊണ്ട് ചാർജ് ചെയ്യാനാകും. സൗണ്ട് ക്വാളിറ്റി അടിപൊളിയാണ്. സ്റ്റീരിയോ സെപ്പറേഷനൊക്കെ സൂപ്പറാണ്. നമ്മൾ ഇതിൽ നിന്ന് പാട്ട് കേട്ടാൽ കിഡിലിനായിട്ട് നമുക്ക് പാട്ടുകൾ എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കും. ബോട്ടം ഫയറിംഗിലെ സ്പീക്കർ ഔട്ട് ഇവിടെ ഒരു വെൻ്റായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ടോപ്പിൽ സൗണ്ട് പുറത്തേക്ക് വരുന്നത് ഈ ഒരു ഇയർ പീസ് ഏരിയയിൽ നിന്നാണ്. ഫുൾ വോളിയത്തിൽ വെച്ചത് ഇവിടെയൊക്കെ ഈ ഒരു ഭാഗത്ത് ഇങ്ങനെ കൈ വയ്ക്കുമ്പോൾ ആ ഒരു സൗണ്ട് പുറത്തേക്ക് വരുന്നതിൻ്റെ ഒരു വൈബ്രേഷനൊക്കെ ഫീലും ചെയ്യുന്നുണ്ട്. എന്തായാലും സൗണ്ട് ക്വാളിറ്റി ബെറ്റർ ആണ്. സോഫ്റ്റ്വെയർ സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ സാംസങ്ങിൻ്റെ One UI 8.5 ആണ് ഈ ഒരു ഫോണിനകത്ത് നൽകിയിരിക്കുന്നത്. ലേറ്റസ്റ്റ് ആൻഡ്രോയിഡ് 16 ആണ് കൊടുത്തിരിക്കുന്നത്. 7 വർഷത്തെ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ആണ് സാംസങ് പ്രോമിസ് ചെയ്യുന്നത്. എന്തായാലും 8.5 UI വന്നപ്പോഴേക്കും കുറച്ച് കാര്യങ്ങളൊക്കെ മാറ്റങ്ങൾ വന്നിരിക്കുന്നതായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. അതുപോലെ ഹാപ്റ്റിക് ഫീഡ്ബാക്ക് സാധാരണ ഗൂഗിൾ പിക്സൽ ഫോണുകൾ അതുപോലെ നത്തിങ് ഫോൺ അതൊക്കെ നൽകുന്ന തരത്തിലുള്ള ഒരു ഹാപ്റ്റിക്സ് ഈ ഒരു ഫോൺ നൽകുന്നില്ല. ഒരു നോർമൽ ആയിട്ടുള്ള ഒരു ഹാപ്റ്റിക് മാത്രമാണ് ഈ ഒരു ഫോൺ നൽകുന്നത്. എനിക്കറിയാവുന്ന പലരും സാംസങ് ഫോണുകൾ വർഷങ്ങളായിട്ട് ഉപയോഗിക്കുന്നവരുണ്ട്. അവരുടെ കയ്യിലിരിക്കുന്ന സാംസങ് ഫോൺ കംപ്ലൈന്റ് ആയാലും വീണ്ടും അവർ സാംസങ് ഫോണെ വാങ്ങും. അത്തരക്കാരുണ്ട്. അതിൻ്റെ ഒരു പ്രധാന കാരണം എന്താണെന്ന് അറിയുമോ? കോൾ റെക്കോർഡിംഗ്. കാരണം ഇത്രയും ഒരു വലിയ ബ്രാൻഡായിട്ട് പോലും ഈ പറയുന്ന കോൾ റെക്കോർഡിംഗ് അവർ പണ്ട് മുതലേ നൽകുന്നുണ്ട്. അത് അങ്ങേ തലത്തിൽ വിളിച്ച് പറയുകയൊന്നുമില്ല. എനിക്കും അത് ഭയങ്കര യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ട്. പ്രത്യേകിച്ച് നമുക്ക് ഒരുപാട് കോളുകൾ വരുമ്പോൾ ചിലപ്പോൾ നമ്മൾ ഡ്രൈവിംഗിൽ ആയിരിക്കുന്ന സമയത്ത് നമുക്ക് അത് കോൺടാക്റ്റുകൾ സേവ് ചെയ്യാൻ സാധിക്കത്തില്ല. പിന്നീട് ആ കോൾ റെക്കോർഡിംഗ് കേട്ടുകൊണ്ട് നമുക്ക് ആരാ വിളിച്ച് എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് സേവ് ചെയ്യാൻ സാധിക്കും. മാത്രമല്ല നമുക്ക് വന്ന കോളുകളെ റെക്കോർഡ് ചെയ്ത് ഒരു ഡോക്യുമെന്റ് ചെയ്ത് സൂക്ഷിക്കുന്നതിനും ഇതിനകത്തെ കോൾ റെക്കോർഡിംഗ് ഭയങ്കര യൂസ്ഫുൾ ആയിട്ട് ഫീൽ ചെയ്തിട്ടുണ്ട്. അടുത്തായിട്ട് ഈ ഒരു ഫോൺ അരിച്ച് ഗുണിച്ച് നോക്കിയപ്പോൾ ഞാൻ കണ്ടെത്തിയ ചില കുറവുകൾ എന്ന് പറയുന്നത് 6 വർഷം കൊണ്ട് സാംസങ് ഉപയോഗിക്കുന്ന സെയിം ബാറ്ററിയാണ് ഇപ്പോൾ ഈ ഒരു ഫോണിനകത്ത് ഉപയോഗിക്കുന്നത്. 5000 mAh. അതിനകത്ത് യാതൊരു മാറ്റവും വരുത്താൻ സാംസങ് തുനിയുന്നില്ല എന്നുള്ളതാണ്. കാർബൺ സിലിക്കൺ ബാറ്ററി
ആ ഒരു ടെക്നോളജിയിലേക്ക് ഇതുവരെ സാംസങ് മാറിയിട്ടില്ല. 6 വർഷം മുമ്പാണ് ഈ പറയുന്ന 5000 mAh ബാറ്ററി സാംസങ് ഫോണുകളിൽ ഉൾപ്പെടുത്തി തുടങ്ങിയത്. അതിപ്പോഴും അതുപോലെ പിന്തുടരുന്നു. അപ്പോൾ ബാറ്ററി കപ്പാസിറ്റി കുറച്ചുകൂടെ കൂട്ടാമായിരുന്നു എന്ന് തോന്നി. അതുപോലെ 60 വാട്ട് ഫാസ്റ്റ് ചാർജിംഗ് ആണ്. 45 നിന്ന് 60 ഉയർത്തിയെന്ന് സാംസങ് പറയുമ്പോഴും മറ്റ് ഫ്ലാഗ്ഷിപ്പ് ലെവൽ ഫോണുകളിൽ ഇപ്പോഴും 120 വാട്ടിൻ്റെയൊക്കെ ചാർജർ വരുന്നുണ്ട് ഈ പ്രൈസ് പോയിന്റിലും താഴെ നിൽക്കുന്ന ഫോണുകളിൽ എന്നുള്ളതാണ്. അപ്പോൾ 60 വാട്ടേ ഉള്ളൂ എന്നുള്ളത് ഒരു കുറവായിട്ട് വേണമെങ്കിൽ പറയേണ്ടി വരും. അതുപോലെ തന്നെ ഇതിൻ്റെ ഡിസ്പ്ലേ ഞാൻ പറഞ്ഞ പോലെ 10 ബിറ്റ് ആണെന്ന് ആദ്യം സാംസങ് അവകാശപ്പെട്ട് പല ക്രിയേറ്റേഴ്സും തെറ്റി 10 ബിറ്റ് ഡിസ്പ്ലേ ആണെന്ന് പറഞ്ഞിരുന്നു. ആക്ച്വലി അത് 8 ബിറ്റ് ആണ്. അപ്പോൾ ഈ പ്രൈസ് പോയിന്റിലുള്ള ഒരു ഫ്ലാഗ്ഷിപ്പ് ഫോണിൽ 10 ബിറ്റ് ഡിസ്പ്ലേ നൽകണമായിരുന്നു എന്ന് എനിക്ക് തോന്നി. അതുപോലെ ഇതിൻ്റെ സ്റ്റോറേജ് ഓപ്ഷൻ UFS 4 ആണ്. ഈ ഒരു ഫ്ലാഗ്ഷിപ്പ് ലെവൽ എന്ന് പറയുമ്പോൾ ഇപ്പോൾ UFS 4.1 ആണ് സ്റ്റോറേജ് ഓപ്ഷൻ, അത് വന്നിട്ടില്ല. അതുപോലെ തന്നെ റാം ടൈപ്പ് ഒരു ഫ്ലാഗ്ഷിപ്പ് ലെവൽ എന്ന് പറയുന്നത് LPDDR5X Ultra ആണ്. ഇതിനകത്ത് LPDDR5X ആണ് നൽകിയിരിക്കുന്നത്. മാത്രമല്ല നേരത്തെ തുടക്കത്തിൽ ഞാൻ പറഞ്ഞ പോലെ ഈ മാഗ്നറ്റിക് G2 ചാർജിങ്, അതായത് ആപ്പിളിലൊക്കെ ഉള്ള മാക്സേഫ് ചാർജിങ് എന്ന ആ ഒരു മാഗ്നറ്റിക് കോയിൽ ഇതിനകത്ത് നൽകിയിട്ടില്ല. അതുകൊണ്ട് തന്നെ വയർലെസ് ചാർജ് ചെയ്യുമ്പോൾ ഈ പറയുന്ന അതിനകത്ത് അറ്റാച്ച് ചെയ്ത് വെക്കുക ബുദ്ധിമുട്ടാണ്. ഇതൊരു സാംസങ്ങിന്റെ ഏറ്റവും ഫ്ലാഗ്ഷിപ്പ് ലെവൽ ഫോണാണ്. 1,40,000 രൂപ കൊടുത്താണ് ഇതിന്റെ ഒരു ബേസ് വേരിയന്റ് ആളുകൾ വാങ്ങുന്നത്. അപ്പോൾ അതിനകത്ത് ഇത്തരം ഫീച്ചറുകൾ വേണ്ടിയിരുന്നില്ലേ എന്ന് എനിക്ക് തോന്നി. അപ്പോൾ ഇത് ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ ഈ ഒരു ഫോണിനകത്ത് കുറവ് എന്നുള്ളതാണ് സത്യം. അടുത്തായിട്ട് ഇതിന്റെ ഒരു കൺക്ലൂഷനാണ്, ആരാണ് ഈ ഒരു ഫോൺ വാങ്ങേണ്ടത്? എന്നോട് ഇപ്പോൾ ഒരാൾ ചോദിക്കുകയാണ് S26 Ultra എങ്ങനെയുണ്ട് എന്ന് ചോദിച്ചാൽ എനിക്ക് പറയാൻ പറ്റും, ഈ ഒരു ഫോൺ ഇത് മാത്രമായിട്ട് എടുത്തു നോക്കിയാൽ അടിപൊളി ഫോണാണ്, ഒരു സംശയമില്ല, ഒരു തർക്കവും ഇല്ല. അതിനകത്ത് കിടിലൻ ഫോണാണ്. പക്ഷേ S25 Ultrയിൽ നിന്ന് എന്തുമാത്രം മാറ്റങ്ങൾ ഇതിലേക്ക് കൊണ്ടുവന്നു അല്ലെങ്കിൽ എന്തുമാത്രം അപ്ഗ്രേഡ് വന്നു എന്ന് ചോദിച്ചാൽ ആ അപ്ഗ്രേഡുകൾ എന്ന് പറയുന്നത് വളരെ കുറവാണ് എന്നുള്ളതാണ് സത്യം. അതായത് ഒരു S24 Ultraയോ അല്ലെങ്കിൽ ഒരു S25 Ultraയോ യൂസ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾ S26 Ultra വാങ്ങേണ്ട യാതൊരുവിധ കാര്യവുമില്ല. അതേസമയം ഒരു പഴയ ഫോണോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഫോണൊക്കെ ഉപയോഗിക്കുന്ന ഒരാൾക്ക് S26 Ultraയിലേക്ക് മാറി വന്നു കഴിഞ്ഞാൽ അയാൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. ഈ ഒരു ഫോൺ എന്ന നിലയിൽ S26 Ultra കൊള്ളാമോ? കൊള്ളാം, കിടിലൻ ഫോൺ. പക്ഷേ മുൻഗാമിയിൽ നിന്ന് എന്തുമാത്രം അപ്ഗ്രേഡ് വന്നു എന്ന് ചോദിച്ചാൽ വളരെ കുറച്ച് അപ്ഗ്രേഡ് മാത്രമേ വന്നിട്ടുള്ളൂ. ഈ പറയുന്ന പ്രൈവസി ഡിസ്പ്ലേ അത് എത്രത്തോളം ആളുകൾക്ക് യൂസ്ഫുൾ ആകുമെന്ന് എനിക്ക് അറിയില്ല. അതാണ് ഈ ഒരു ഫോണിനകത്ത് ഏറ്റവും ഹൈലൈറ്റ് ചെയ്യപ്പെടുന്ന ഫീച്ചർ. അടുത്തായിട്ട് പ്രൈസിംഗ് ആണ്. എല്ലാവർക്കും അറിയാം 12GB RAM 256GB ആണ് ഇതിന്റെ ഒരു ബേസ് വേരിയന്റ്. അതിന്റെ വില എന്ന് പറയുന്നത് കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് 10,000 രൂപ S26 Ultraയിലേക്ക് വന്നപ്പോൾ കൂടിയിട്ടുണ്ട്. 1,39,999 രൂപയാണ് ഇത്തവണ ബേസ് വേരിയന്റ്. പക്ഷേ പ്രീ ബുക്ക് ചെയ്യുന്നവർക്കോ മറ്റോ ഈ പറയുന്ന ബേസ് വേരിയന്റ് വിലയ്ക്ക് നെക്സ്റ്റ് വേരിയന്റ് ലഭിക്കും. അങ്ങനെ ഒരു ഓഫർ എന്തായാലും സാംസങ് കൊടുത്തിട്ടുണ്ട്. ഒരു കാര്യം കൂടി പറയാൻ ഞാൻ വിട്ടുപോയി. ഫോൺ ഇതുപോലെ ടേബിളിന്റെ മുകളിൽ വയ്ക്കുമ്പോൾ ഇതേ നല്ല വോബ്ലിംഗ് ഉണ്ട്. ആ ഒരു ക്യാമറ ഐലൻഡ് ഒക്കെ പുറത്തേക്ക് നിൽക്കുന്നത് കൊണ്ടാവണം നല്ല രീതിയിൽ കണ്ടില്ലേ ഒരു വോബ്ലിംഗ് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതാണ് എനിക്ക് സാംസങ് S26 Ultra എന്ന ഈ ഒരു ഫോൺ കയ്യിലേക്ക് കിട്ടിയപ്പോൾ ഉള്ള എൻ്റെ ഒരു ഫസ്റ്റ് ഇംപ്രഷൻ ആയിട്ട് എനിക്ക് പറയാനുള്ളത്. സത്യം പറഞ്ഞാൽ ഈ ഒരു ഫോണിനെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് പറയണമെങ്കിൽ കുറച്ച് ദിവസം കൂടി ഈ ഒരു ഫോൺ ഉപയോഗിച്ചേ പറ്റൂ. നിങ്ങൾക്ക് ഈ ഒരു ഫോണിൻ്റെ കൂടുതൽ ഡീറ്റെയിൽ അറിയണോ വേണ്ടയോ എന്നൊന്ന് കമൻറ്റ് ചെയ്യണം. അങ്ങനെയെങ്കിൽ കൂടുതലായിട്ട് സിം കാർഡ് ഇതിനകത്ത് ഇട്ട് ഉപയോഗിച്ച് കുറച്ച് ദിവസം കൂടി ഉപയോഗിച്ചിട്ടുള്ളൊരു ഡീറ്റെയിൽ റിവ്യൂ ആയിട്ട് വരും. നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം ചെയ്താൽ മതിയല്ലോ, ജസ്റ്റ് കമൻറ്റ് ചെയ്യാം. അപ്പോൾ ഇതുപോലെ മനോഹരമായിട്ടുള്ള പ്രോഡക്റ്റുകളുടെ വിശേഷമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. നമ്മളെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാം. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാവുന്ന പ്രതീക്ഷയോടെ സ്റ്റേ സേഫ്, ബൈ.